പ്രവാസികൾ ആശങ്കയിലാണ്. പ്രവാസികളുടെ കുടുംബങ്ങളും ആശങ്കയിലാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നു. അമേരിക്കയുടെ അത്രയും ദൂരം പോയി ആക്രമിക്കാൻ പറ്റാത്തതുകൊണ്ട് അമേരിക്കയുമായി സൗഹൃദമുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കുന്നു. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രവാസികളെയാണ്. പ്രവാസികൾ പലരും ആശങ്കയിലാണ്. പല ആളുകളും ഞങ്ങളോട് തന്നെ ഇങ്ങനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാസികളുടെ വിഷമങ്ങൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഈ കേരളത്തിന്റെ സാമ്പത്തികമായി തട്ടില്ല എന്ന് പറയുന്ന പ്രവാസികളുടെ പണം തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏകദേശം 40 വർഷം പ്രവാസിയായിരുന്നു. സൗദി അറേബ്യയിൽ ജിദ്ദയിൽ നവോദയ റൌഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ പ്രവാസികൾക്കും അറിയാം. ഇപ്പോഴത്തെ ഈ യുദ്ധം അതിങ്ങനെ നീണ്ടുപോകുമോ? എന്തിന്റെ പേരിലുള്ളതാണ്? ഈ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. അത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ നിഗൂഢമായി ലക്ഷ്യം വെക്കുന്ന എന്തെങ്കിലും അതിനകത്തുണ്ടോ? ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഇതെങ്ങനെ ബാധിക്കും എന്ന് വിശദീകരിക്കാം. ഇതിൽ എന്താ ഒരു വിഷയിച്ചാലേ, ഈ നമ്മുടെ കണ്ട പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പത്തുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അമേരിക്കൻ സമ്പദ്ഘടന 2008 മുതൽ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബാങ്കുകളടക്കം ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കം തകർന്ന് സാഹചര്യം വന്നതാണ്. അപ്പോൾ ലോകം തന്നെ, അത് മാത്രമല്ല, ലോകം മൊത്തം തന്നെ ഗ്രീൻ കറൻസിയിലായിരുന്നു ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഡോളർ ആയിരുന്നു അതിന്റെ ബേസ്. ആ ഡോളർ ബേസിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മുടെ രാഷ്ട്രങ്ങള് അതിനെതിരായിട്ട് നിലപാടെടുക്കുന്നു, ആ സമയങ്ങളിലൊക്കെ തന്നെ അമേരിക്ക രാജ്യങ്ങൾ കടന്നാക്രമിക്കുന്നത്. ഉദാഹരണത്തിന് ലിബിയൻ ഭരണാധികാരി കേണൽ ഗദ്ദാഫിനെ അടിച്ചൊതുക്കാനുള്ള ഒരു പ്രധാന കാരണം വെച്ചാല് അദ്ദേഹം അന്ന് ഡോളർ ട്രാൻസാക്ഷനും പകരം യൂറോ ട്രാൻസാക്ഷൻ നടത്തുക എന്നുള്ള സമീപനം കൊണ്ടുവന്നു. അങ്ങനെ GCC രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങൾ, മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഈ രൂപത്തിൽ കൊണ്ടുവന്നു. അതാണ് സത്യത്തിൽ ഗദ്ദാഫിക്കെതിരായിട്ട് അമേരിക്ക നീങ്ങാൻ കാരണം. ഇപ്പോഴത്തെ ഒരു വിഷയം വെച്ചാൽ അമേരിക്കന്റെ സമ്പദ്ഘടന ആകെ തകർന്നിരിക്കുന്നു. പല രാഷ്ട്രങ്ങളും അവരുടെ, ഇപ്പൊ ഇന്ത്യന് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നത് ഇന്ത്യൻ കറൻസിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ചൈനയായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നത് ഇന്ത്യൻ കറൻസിയിലാണ്, UN തമ്മിലാണ് കറൻസിയിൽ നടത്തുന്നതാണ്. അപ്പൊ അമേരിക്ക എന്ന് ചോദിച്ചാൽ ഇതിനെ അവരുടെ അപ്രമാദിത്വം നിലനിർത്തണം. അവരുടെ ഒന്നാം രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർന്നു, രണ്ടാമത് അമേരിക്കൻ പിടിയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ പുറത്തു ചാടുന്നു. ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ പൊളിച്ചടക്കിയതിനു ശേഷം ലോകത്തിന്റെ സ്ഥിതി എന്താണ്? ബഹുധ്രുവ ലോകത്തിൽ നിന്ന് ഏകധ്രുവ ലോകത്തിലേക്ക് ലോകം നീങ്ങുന്നതാണ്. അതിലിപ്പോ മാറ്റം അമേരിക്കയുടെ ആധിപത്യം. ഏകധ്രുവം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആധിപത്യം. നാറ്റോ, ആ നാറ്റോയുടെ ആധിപത്യമായിരുന്നു. ആ നാറ്റോ സഖ്യം ഇവിടെ മിഡിൽ ഈസ്റ്റിൽ പൊളിഞ്ഞു പോയി. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളായില്ല. അമേരിക്ക അതുകൊണ്ടാണല്ലോ ഫ്രാൻസിനെതിരായിക്കൊണ്ട്, ഇംഗ്ലണ്ടിനെതിരായിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള ആരോപണങ്ങളും നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ല എന്ന് പറഞ്ഞുള്ള കരച്ചിലൊക്കെ നടത്തുന്നത് കൊണ്ടാണ്. വളരെ അവര്, കാരണം ഇത് വളരെ കൃത്യമാണ്. ഈ യുദ്ധം, ഇറാനിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത്, ഇതിൽ ഇസ്രായേലിന് 2 ലക്ഷ്യമുണ്ട്. ഇസ്രായേലിന് എന്ന് വെച്ചാൽ അബ്രഹാം കൺട്രി, അവരുടെ ബൃഹത്തായിട്ടുള്ള ഇസ്രായേൽ. ആ ബൃഹത്തായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ മദീന അടക്കം നടത്തും. ആ സാധനമാണ് അവര് സെല്ലൗട്ട് ചെയ്യുന്ന നടത്തും. അത് സെല്ലൗട്ട് ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നു? പടിപടിയായി കൊണ്ട് തന്നെ ഓരോ ശക്തമായിട്ടുള്ള GCC രാജ്യങ്ങളെ കടന്നാക്രമിക്കാണ്, അറബ് രാഷ്ട്രങ്ങൾ കടന്നിറക്കുക എന്നർത്ഥം. ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം സദ്ദാം ഹുസൈൻ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, സദ്ദാം ഹുസൈൻ ഇല്ലാത്ത ഒരു നശീകരണ ആയുധത്തിന്റെ പേരിലാണ് ആ രാജ്യം തകർത്തത്, ഇല്ലാതാക്കിയെന്ന് അർത്ഥം. ഞാൻ ഒരു ഇടപെട്ടെ. ഇപ്പൊ ഇറാഖിനെതിരെ നടത്തിയ ആക്രമണം അമേരിക്ക വിജയിച്ചു. സദ്ദാമിന്റെ അവസാനം അങ്ങനെ ഒരു അവസാനത്തിലേക്ക് എത്തി. പക്ഷെ ഇറാനെതിരെ ആക്രമണം അവർക്ക് ഉദ്ദേശിച്ചതുപോലെ പെട്ടെന്ന് വിജയിക്കാൻ പറ്റാതെ വരുന്നത് ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. മാത്രമല്ല, ഇസ്രയേലില് വലിയ നാശനഷ്ടം ഇറാൻ വരുത്തിയിട്ടുണ്ടെന്നാണ് അവിടെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴി കാണുന്നത് മനസ്സിലാവുന്നത്. അപ്പോ ഈ ഇറാൻ ലക്ഷ്യം വിട്ടൊരു കളിയാണ്. അന്തം വിട്ടവൻ എന്തുമാകാമെന്ന അവസ്ഥയിൽ ഗൾഫ് രാഷ്ട്രങ്ങളെ തന്നെ ആക്രമിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയുടെ പ്രധാന കാരണം എന്തായിരിക്കും? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അല്ല, ഇതില് സാറിന് ഒരു തിരുത്തിയുണ്ട്. ഇറാഖിനെ അമേരിക്ക തോൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇറാഖ് എന്നുള്ളത് പാൻ അറേബ്യൻ ദേശീയയുടെ വക്താവായിരുന്നു സദ്ദാം ഹുസൈൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ബാത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോ ഇറാഖിന് അവരുടെ ഒരു സദ്ദാം ഹുസൈൻ അതിനായിട്ടുള്ള കുറെ കുറവുകളുണ്ടായിരുന്നു. എങ്കിലും ഒരു രാജ്യം ഉണ്ടായിരുന്നു അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോ അവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക നടത്തിയുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? ആ രാജ്യം തന്നെ ഇല്ലാതെ അതൊരു അനാർക്കിസിൽ പോകണം നടത്തും. സിവിൽ വാറാണല്ലോ ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഷിയ ഗ്രൂപ്പ്, മുസ്ലിം ഗ്രൂപ്പ്,
മറ്റേ വഹാബി ഗ്രൂപ്പ്, സുന്നി ഗ്രൂപ്പ്, അവർ പല രീതിയിലുള്ള ഒരു മറ്റേ അപ്പൊ അവരെ ലക്ഷ്യം ജനാധിപത്യത്തോടെ കൊണ്ടുവന്നിട്ടുള്ള അർത്ഥം. അതിന് പകരം എന്ത് ചെയ്ത ഒരു മറ്റേ യുദ്ധത്തിന്റെ ഭൂപ്രമുഖന്മാരെ അവരുണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് അവർ ചെയ്തിട്ടുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ പക്ഷെ ഇത് ഇപ്പൊ ഇറാനിലൊരു വിഷയം എന്ന് വെച്ചാൽ ഇറാൻ കുറച്ചുകൂടി മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണെന്ന് അർത്ഥം. അവരുടെ ജനസംഖ്യയും ആ രൂപത്തിലുള്ള സാധനം നടത്തും. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഇസ്രായേൽ ലക്ഷ്യം എന്താണ്? ഇസ്രായേൽ കാണുന്നത് ബൃഹത്തായ ഇസ്രായേല്. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? പശ്ചിമേഷ്യയിൽ അവർക്ക് വലിയ ഭീഷണി ഇപ്പൊ നിൽക്കുന്ന ആരാണ്? ഇപ്പൊ ഇറാനാണ്. അപ്പൊ ഇറാനെ തകർക്കണം. അമേരിക്കൻ ലക്ഷ്യം എന്താണ്? ഇസ്രായേലിനെ വെച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ സമ്പത്ത് പിടിച്ചെടുക്കണം. ഗൾഫ് രാഷ്ട്രങ്ങൾ സമ്പത്ത് പിടിച്ചെടുക്കണം. അപ്പൊ ഇറാൻ എന്ന് ടാർഗറ്റ് ചെയ്യുന്നു. അവരാക്രമിക്കപ്പെടുന്ന സമയത്ത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ എല്ലാ GCC കൺട്രികളിലും മറ്റേ അമേരിക്കന്റെ താവളങ്ങളുണ്ട്. അപ്പൊ അവർ ലക്ഷ്യപ്പെടുന്ന അമേരിക്കയിലേക്ക് മിസൈൽ എത്തിക്കുന്നതിന് പകരം ഇവർ താവളങ്ങൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അവർ കാണുന്ന അർത്ഥം. അത് അറബ് രാഷ്ട്രത്തിനെതിരായിട്ടുള്ള അറ്റാക്ക് അല്ല അർത്ഥം. അമേരിക്കക്കെതിരായിട്ട് അവരുടെ മറ്റേ താവളങ്ങൾ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കാണുന്ന അർത്ഥം. അത് പ്രശ്നമുണ്ട്. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രവാസികൾ, ഈ കേരളത്തിൽ നിന്ന് തന്നെ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അവരുടെ കുടുംബങ്ങളൊക്കെ ആശങ്കയിലാണ്. ഇതിപ്പോൾ പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേരളത്തിന്റെ സമ്പത്തിന്റെ അടിത്തറ, സാമ്പത്തിക നിലനിൽപ്പിന്റെ അടിത്തറ പ്രവാസികളുടെ പണമാണ്. അപ്പൊ ഇതിനെ എങ്ങനെ ബാധിക്കുമെന്നൊരു ചോദ്യം, പ്രവാസികളുടെ ഈ ആശങ്ക പരിഹരിക്കപ്പെടുമോ, അത് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നൊരു ചോദ്യമുണ്ട്. അതിൽ ഈ പ്രവാസികളുടെ ഇപ്പൊ ഇന്ത്യൻ പ്രവാസികൾ നല്ല ആശങ്കയിലാണ്. അതിൽ പ്രത്യേകിച്ച് മലയാളി പ്രവാസികൾ. കാരണം ഈ GCC രാജ്യങ്ങളിൽ ഏകദേശം നമ്മൾ ഒരു 30 മുതൽ 35 ലക്ഷം മലയാളികളുടെ അർത്ഥം. അപ്പൊ ഈ മറ്റേ വാറിന്റെ ഒരു ഇമ്പാക്ട് എന്ന് വെച്ചാൽ ഒരു കാര്യം വെച്ചാൽ ഈ താൽക്കാലികമായിട്ട് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇറാൻ അടിച്ച് ഇരുത്തുക എന്നുള്ളതാണ്. അവരെ എണ്ണ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ സമ്പത്ത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ നോർമലൈസ് ചെയ്യുന്ന അർത്ഥം. പക്ഷെ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ വളരെ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ എന്താ വെച്ചാല് മറ്റേ ദുബായിയാണ് ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം മേഖല. ആ ടൂറിസ്റ്റ് മേഖല തകർന്നു പോയി നടത്തും. അത് ചെറിയ രൂപത്തില് അതിന് ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുകയാണ് അർത്ഥം. ഇപ്പൊ ലോകത്തിലെ വലിയ വലിയ മുതലാളിമാരും മുഴുവൻ സമ്പത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന രാജ്യം ദുബായ് ആയിരുന്നു. കാരണം എന്താണ്? അത്രയും സുരക്ഷിതമായിട്ടുള്ള ഇതായിരുന്നു. ആ സുരക്ഷിതത്വം പോയി പോകുന്നത് ഏത് സമയത്തും ഇസ്രായേലിന് ഇറാനിൽ നിന്ന് മിസൈൽ വരുന്ന ഒരു സാഹചര്യം എന്ന് അർത്ഥം. അപ്പൊ ഇത് സത്യത്തില് ലോങ് റണ്ണിൽ ഇറ്റ് വിൽ നോട്ട് ഗുഡ് ഫോർ ഈവൻ അമേരിക്ക ദിസ് വാർ. പക്ഷേ ഈ അമേരിക്കന്റെ ബാങ്ക്രപ്റ്റ് ഇതാണെന്ന് അർത്ഥം. ഈ സദ്ദാം ഹുസൈനെ ചെയ്തമാര് ഇറാന് ചെയ്യാൻ കഴിയില്ല അർത്ഥം. കാരണം ഇറാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. നമ്മളെ ഇയാൾക്ക് ഷാക്കെതിരായിട്ടുള്ള 1979 റെവല്യൂഷൻ അത് ആ ഇസ്ലാമിക് റെവല്യൂഷൻ അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെ, അത് അവരുടെ രാജ്യത്ത് തന്നെ ഇപ്പോ അവിടുത്തെ സെനറ്റിന്റെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ദ വാർ എന്നുള്ളത്. അത് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതൽ അവർക്ക് ഈ വാറായിട്ട് മൂവ് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അർത്ഥം. അപ്പൊ ഇതുകൊണ്ട് തന്നെ അമേരിക്കയിൽ തന്നെ അയാൾ അപ്രിയനായിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലോങ് റണ്ണിൽ വാർ കൊണ്ടുപോകാൻ പറ്റില്ല അർത്ഥം. ലോങ് റണ്ണിൽ വാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ അവിടുത്തെ ഓയിൽ ഇൻസ്റ്റലേഷൻ മുഴുവൻ തകർത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ആർക്കും ഒരു ഗുണമില്ലാത്ത അവസ്ഥയിൽ വരുന്ന അർത്ഥം. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ചൈന വലിയ രൂപത്തിൽ ഈ ലോകരാജ്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു ചൈന ബെൽറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അർത്ഥം. അതിന്റെ കൂടെ തന്നെ ഉക്രൈൻ നാറ്റോ ആരംഭിച്ചുള്ള യുദ്ധമാണല്ലോ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. ആ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇത്രയും നാറ്റോയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും അത് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല അർത്ഥം. കാരണം നാറ്റോ റഷ്യന്റെ അവരുടേതായ ആയുധങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷിന്റെ മുന്നിൽ ഉക്രൈന് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പൊ നടക്കുന്ന വാറ് നമുക്ക് അപ്പരന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു വെച്ചാൽ ഇത് അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ഒരു ഭാഗത്ത് നിന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് ഇറാൻ മാത്രമല്ല നിൽക്കുന്നത്. ഇറാന്റെ കൂടെ ഈ റഷ്യയും അതുപോലെ തന്നെ ചൈന അടക്കമുള്ള രാജ്യങ്ങളിലെടുക്കുക. അവർക്ക് അവിടെ താല്പര്യങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അവരും ഇപ്പൊ മുൻകാലങ്ങളിൽ വ്യത്യാസപ്പെട്ടുകൊണ്ട് ചൈനയുടെ വലിയ സംരംഭങ്ങൾ മിഡിൽ ഈസ്റ്റിലിന്റെ അർത്ഥം, ദുബൈയിലടക്കേണ്ട അർത്ഥം. അപ്പൊ അത് പക്ഷെ ടെമ്പററി ഓൺ ദ ട്രാൻസിഷൻ പീരിയഡ് നമ്മൾ ഇന്ത്യക്കാർ വലിയൊരു പ്രതിരോധത്തിലാണ് പാടുന്ന അർത്ഥം. കാരണം അവിടുത്തെ ഇക്കോണമി തകർന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതിന്റെ അനുബന്ധ ഇക്കോണമി എന്ന രൂപത്തിൽ ഇന്ത്യയെ ബാധിക്കുന്ന അർത്ഥം. അത് നന്നായിട്ട് കേരളത്തെ ബാധിക്കുന്ന അർത്ഥം. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കക്ഷി തരാതെ ഈ സാധാരണഗതിയിൽ ഇസ്രായേലിനായിട്ടുള്ള ഒരു വലിയ ബോണ്ട് ഉണ്ടല്ലോ ഈ രാജ്യത്തിന്. ഇന്നൊന്നല്ലോ തുടങ്ങിയുള്ള ബന്ധങ്ങളൊന്നുമല്ലല്ലോ. പക്ഷെ അതിനകത്തുള്ള നമ്മൾ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്താ വെച്ചാല് ഈ യുദ്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ 35 ലക്ഷം മലയാളികൾ മാത്രമുണ്ട്.
അതിലേറെ ഇപ്പൊ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫൈൻ ബോംബെയാണത്. ഇന്ത്യയിലെ എല്ലാ നമ്മളെ കച്ചവടക്കാർ മുഴുവൻ തന്നെയുള്ള ഇന്ത്യൻ കച്ചവട കംപ്ലീറ്റ് അവർ രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അവരാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് ദുബായിൽ. അവിടുത്തെ സ്ഥാപനങ്ങൾ അവരുടെതാണ് നടത്തുന്നത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഈ പ്രവാസികളെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. ആ പ്രവാസികളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ഇക്കോണമി തന്നെ ബാധിക്കും. കാരണം ഫോറിൻ കറൻസി വരുന്നത് ഡൽഹിക്കാണ് വരുന്നത്. നമുക്ക് അതിന്റെ ഷെയറിൽ ഇവിടെ അതിന്റെ ഗുണയിൽ കിട്ടുന്നുണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അടക്കം ബാധിക്കുന്ന രൂപത്തിലേക്ക് അത് വരുന്നതാണ്. ഇവിടെയുള്ള ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെയുള്ള പ്രവാസികളുടെ കുടുംബങ്ങളോട് ഇപ്പോ കോവിഡ് കാലം വന്നപ്പോൾ നമ്മൾ അതിനെ നേരിട്ടപ്പോഴൊക്കെ ഇങ്ങനെ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നായിരുന്നു, പ്രവാസികളുടെ കുടുംബങ്ങൾ ഒന്ന് സൂക്ഷിക്കണം, പണം ചെലവഴിക്കുന്നതിൽ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കണം തരത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രവാസികൾക്കായ സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങൾക്ക് നൽകാൻ കഴിയുന്ന 40 വർഷം പ്രവാസിയായതും താങ്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം ചുരുങ്ങിയ വാക്കാണ്. ഇതില് പ്രവാസികളോട് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അങ്ങനെ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അർത്ഥം ഇതിപ്പോ നമ്മളതിന് ഒരു വീട് പറയാം, സാധാരണഗതിയില് ഇങ്ങനത്തെ ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ജോലി എടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ വരുന്നതാണ്. ആ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്കുണ്ട് അർത്ഥം. ആ ഹിസ്റ്ററിന്റെ കൂടെ ഇപ്പൊ നമുക്ക് കേരളത്തിൽ നമുക്കൊരു സംഭവം എന്ന് വെച്ചാല് ഇപ്പോ തിരിച്ചു വന്ന പ്രവാസികളുണ്ട്. ആ തിരിച്ചെന്നുമ്പോൾ ഇത് സർക്കാർ നന്നായിട്ട് ഇടപെടേണ്ട ഒരു സമയമാണെന്ന് അർത്ഥം. ഇപ്പൊ കേരള ഗവൺമെന്റ് ആ രൂപത്തിൽ ഒരു ഇടപെടലിനുള്ള ഒരുപ്പോ 2 മാസമായിട്ട് ഒരു അധികാരത്തിൽ വന്നിട്ട്, പക്ഷെ ഒരു കാര്യം എന്താണ്, ഈ 2 മാസത്തിൽ അധികാരത്തിൽ വന്നാൽ തന്നെ ഉണ്ണിയെ നോക്കിയാൽ ഊരിലെ പഞ്ചമറിയാന്ന് പറഞ്ഞ ഒരു തന്നെ ഇപ്പോ 3 മാസമായിട്ട് പ്രവാസികൾ കിട്ടുന്ന ക്ഷേമപെൻഷൻ കിട്ടുന്നില്ല. അത് 3500 അതടക്കം മുടങ്ങിയിരിക്കാണ്. ഈ തിരിച്ചു വന്നുള്ള പ്രവാസികൾ, അതായത് മരുന്ന് മേടിക്കാൻ, ജീവൻ രക്ഷാ മരുന്നുകൾ മേടിക്കാൻ പോലും ഈ പ്രവാസി പണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രവാസികളെ അവരൊക്കെ ബുദ്ധിമുട്ടുകയാണ്. അതെ. അപ്പോ ഇനി ഡോക്ടർ മുബാറക് സാനി, അദ്ദേഹവും ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കൂടിയുണ്ട്. അവസാനമായിട്ട് ഡോക്ടർ മുബാറക് സാനിയോട് ഒരു ചോദ്യം കൂടി ചോദിച്ചേക്കാം. അതായത് താങ്കളും പ്രവാസിയായിരുന്നു, ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നു, അദ്ദേഹം പാനിക്കാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു, എങ്കിലും പലരും വലിയ പ്രതിസന്ധിയിലും അവരുടെ ആശങ്കകളൊക്കെ നമ്മളോട് അറിയിക്കാറുണ്ട്. ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എങ്ങനെ, കരുതൽ വേണമല്ലോ, കാരണം ഈ യുദ്ധം ഒരുപക്ഷെ ഇനി മറ്റുള്ള വൻശക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്ക് ഏതെങ്കിലും ഇറാനെ വെച്ചിട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മൊത്തം അവരുടെ പരിധിയിലാക്കാനൊക്കെ ശ്രമിക്കുന്ന തലത്തിലേക്ക് പോയാൽ ഒന്ന് സൂക്ഷിക്കേണ്ടി വരില്ലേ? അതിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ മലയാളി വീടുകളിലും ഓരോ ദിവസവും വാർത്തകൾ കേൾക്കുമ്പോൾ അവരൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ യുദ്ധത്തിന്റെ വർധനവോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിനകത്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വ്യാപകമാണ്. അത് നേരിട്ടുള്ളതുണ്ടാവും, അല്ലാതെ ഉള്ളതുണ്ടാവും. അല്ലാതെ ഉള്ളത് നമ്മൾ അടുക്കളയിലൊക്കെ വന്നതായിട്ട് നമ്മൾ നേരത്തെ തന്നെ കണ്ടത്. ഗ്യാസിന്റെ വിലയാണെങ്കിലും ഇലക്ട്രിക്കിന്റെ വിലയാണെങ്കിലും ഓരോ വിലക്കയറ്റം ഇപ്പോഴും അങ്ങ് കയറുക എന്നുള്ളതല്ലാതെ കുറയുന്ന അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് പ്രവാസികളെ മാത്രമല്ല എല്ലാ വീട്ടുകാരെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നത് പെട്രോളിന്റെ വിലയൊക്കെ ഉള്ള സാധനം. മറ്റൊന്ന്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ യാത്ര ചെയ്യാനുള്ള വിലക്കുകൾ ഉണ്ടാവുന്നു. പലപ്പോഴും നമുക്ക് വിചാരിച്ച പോലെ നടക്കാൻ കഴിയില്ല. ചില വിസ പുതുക്കേണ്ട സ്ഥിതികൾ ഉണ്ടാവും, നാട്ടിൽ വന്നു പോകേണ്ട കാര്യം. ഇപ്പൊക്കെ നമ്മൾ കൃത്യമായിട്ടും നാട്ടിലും വിദേശത്തൊക്കെ ഒന്നിച്ച് ഒരേപോലെ ജീവിതം നയിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിനൊക്കെ തടസ്സമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ പല കണക്കുകൂട്ടുകളും തെറ്റുമ്പോൾ വിദ്യാഭ്യാസം, ചികിത്സ, അതേപോലെ തന്നെ ജീവിതത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ, അതേപോലെ തന്നെ സ്ഥിരമായിട്ട് എല്ലാ സംരക്ഷണമുള്ള ജോലികളല്ലല്ലോ പ്രവാസികൾ ചെയ്യുന്നത്. ആ കമ്പനി കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അതിന്റെ തുടർച്ചയും വരുമാനം ഉണ്ടാകുക. ചില ആളുകളൊക്കെ ബിസിനസ്സിലാണ് ബന്ധപ്പെടുന്നത്, ചെറുകിട ബിസിനസ്സുകാർ. അതിനകത്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വാർ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഓരോ രാജ്യത്തിലെ ഗവൺമെന്റുകൾ ഉണ്ടാക്കുന്ന റെസ്ട്രിക്ഷനും അവരെ സംബന്ധിച്ചിടത്തോളം എക്കണോമിയെ ഒരു നിയന്ത്രണം വരുന്ന സ്ഥിതി, മാനസികമായിട്ട് തന്നെ അക്കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഈ കുടുംബത്തിന്റെ ഓരോ കുടുംബത്തിലേക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന്, യഥാർത്ഥത്തിൽ ഇത്തരം യുദ്ധം കൊണ്ട് ഒരു മനുഷ്യനും ഗുണമില്ല. പക്ഷെ ആകെ കിട്ടുന്ന എന്താ,
അത് ഈ ആയുധമുണ്ടാക്കി വെക്കുന്ന ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ട്, അതിന്റെ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ യുദ്ധമുണ്ട്, പിൻവലിച്ചു, യുദ്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ വാർത്ത കേൾക്കുന്ന സാധനത്തിന്റെ ഒക്കെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കമ്പനിക്കകത്തും ഒക്കെ പല സാധനത്തിന് വില കൂട്ടി ലാഭം ഉണ്ടാക്കുന്നുണ്ട്. വളരെ ബോധപൂർവം ഈ നമ്മുടെ സാമ്രാജ്യത്വം എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു തമാശയൊന്നുമല്ല, അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു കൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിനകത്ത് നമ്മൾ കക്ഷിയാകുന്ന സ്ഥിതിയാണ്. സ്വാഭാവികമായിട്ടും അതിനെ തിരിച്ചറിയുകയും അതിനെതിരെ അതിനിപ്പോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കണം. ഗവൺമെന്റിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദിത്തമായിട്ട് അത് വരണം. പക്ഷെ അതിന്റെ ഗൗരവത്തിൽ നമ്മുടെ ഗവൺമെന്റ് അതിനെ കാണുന്നുണ്ടോ? അത്തരം അവരിനെ ന്യായീകരിക്കുന്ന ഈ ആശയങ്ങളോടാണോ കൂടുതൽ വെക്കുന്നത്, അതോ ഇതിനെ ഇല്ലാതാക്കുന്ന, അതിനെ നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രതിസന്ധി ഇല്ലാതെ ഇരിക്കുന്ന തരത്തിലേക്ക് സഹായിക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അക്കാര്യത്തിൽ നമ്മൾ നിലപാടെടുക്കണം. മുഴുവൻ പ്രവാസികളും, അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാസം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ പ്രതിസന്ധിയിൽ വരുന്ന മുഴുവൻ പ്രവാസികളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഒന്നിച്ചേറ്റെടുക്കണം. അതിന് മുൻഗണന കിട്ടണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടേണ്ട സാധനമല്ല, അതിന് മുൻഗണന കിട്ടുക. അതാണ് ഇപ്പൊ റൌഫ് ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രവാസംഗത്തിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചു, ഗവൺമെന്റിന്റെ മുൻഗണനയിൽ അത് വരുന്നില്ല. വാസ്തവത്തിൽ നോർക്കയിൽ ഭരണമില്ല, ക്ഷേമനിധിയിൽ ആളില്ല, ഇത് നോക്കാൻ ഉള്ള ആളുകളെ പോലും നിശ്ചയിച്ചിട്ടില്ല. ഈ തരത്തിൽ കൊണ്ടുപോകുന്നത് ഏതായാലും യുദ്ധകാലത്ത് ഒരു കാരണവശാലും ഭൂഷണമല്ല. ദീർഘകാലമായിട്ട് വലിയ പ്രതിഷേധമുണ്ട്. അപ്പൊ ഇനി അടുത്ത ഘട്ടത്തിലേക്കൊക്കെ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷെ അപ്പപ്പോ ഇടപെടേണ്ട സ്ഥിതികളൊക്കെ വരുമ്പോ അതിൽ ഇടപെടാൻ നോർക്കിൽ ആള് പോലും ഇല്ല. ആ അവസ്ഥയൊക്കെ തന്നെ പരിഗണിക്കാൻ മുൻഗണന കൊടുത്തുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യത്തിനകത്ത് ഇടപെടണം. അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിനകത്ത് വേണ്ടത്ര ഗൗരവം കാണിച്ചിട്ടില്ലെങ്കിൽ മലയാളികളാണ് ഇത് അനുഭവിക്കുന്നതുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ ചെയ്യാനുള്ള ഇടപെടലുകൾക്കാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുക്കേണ്ടത്. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.